കേബിൾ ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ കേബിൾ ടി വി ഇവിടെ വന്നപ്പോൾ മുതൽ ബന്ധമുള്ള ആളാണ് ഞാൻ. എനിക്ക് തോന്നുന്നു സിറ്റി ചാനലാണ് കണ്ണൂരിൽ ആദ്യമായി വന്ന കേബിൾ ടി വി. അന്ന് നമ്മുടെ നാട്ടിലെ പ്രാദേശികമായുള്ള ചെറുപ്പക്കാർ സ്വയം തൊഴിലിന് വേണ്ടി കണ്ടെത്തിയ ഒരു പ്രസ്ഥാനം. അന്ന് ഞാൻ കണ്ണൂർ മുനിസിപ്പൽ കൗൺസിലറാണ്. അവരങ്ങനെ ഒരു ക്ലച്ച് പിടിച്ച് വരുമ്പോൾ ഇവിടെ ഈ മേഖലയിൽ ഒരു കുത്തക കമ്പനി വരുന്നതിന് വേണ്ടി ഒരു ശ്രമം നടത്തി. സ്വാഭാവികമായി അന്ന് കണ്ണൂർ മുനിസിപ്പൽ കൗൺസിൽ പരിധിയിൽ അവർക്ക് പ്രവേശനാനുമതി കൊടുത്തിട്ടില്ല അന്ന് എന്നുള്ള ആ ഒരു വസ്തുത ഞാൻ നിങ്ങളെ അറിയിക്കുക. അവർ അപേക്ഷയായി വന്നപ്പോൾ സിറ്റി ചാനലുകാർ തകർന്നു പോകും, ഈ കുത്തക കമ്പനിക്ക് കൊടുക്കേണ്ടതില്ല എന്നാണ് അന്ന് ഭരണസമിതി തീരുമാനിച്ചത്. പിന്നീട് കുറെ കഴിഞ്ഞപ്പോൾ അവർ പെർമിഷൻ വാങ്ങി വന്നു. ഇപ്പോൾ പല ചാനലുകാരും വന്നു. ഞാൻ പറഞ്ഞു വന്നത്, നമ്മുടെ നാട്ടിൽ സ്വയം തൊഴിൽ കണ്ടെത്തിയ ഗവൺമെന്റ് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാതിരിക്കുകയും തൊഴിലില്ലായ്മ വർദ്ധിക്കുകയും ചെയ്യുന്ന കാലഘട്ടത്തിൽ സ്വയമായി തൊഴിൽ കണ്ടെത്തി ഉപജീവന മാർഗം നടത്തുന്ന ഒരു വിഭാഗമാണ് കേബിൾ വർക്കേഴ്സ് യൂണിയൻ. തീർച്ചയായും ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നമ്മുടെ സമൂഹത്തിലെ എല്ലാ ഭരണ സംവിധാനത്തിലുള്ള ആളുകളും മുന്നോട്ട് വരേണ്ടതാണ്. കാരണം അവരുടെ നല്ലതോ മോശമോ ആയ മുഖങ്ങൾ മുഴുവൻ നാട്ടുകാർ കാണുന്ന ഇവരിലൂടെയാണ്. തീർച്ചയായും അത്തരമൊരു സംവിധാനം ഈ നാട്ടിൽ പ്രവർത്തിക്കുമ്പോൾ അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി മുന്നോട്ട് വരാൻ മത്സരിക്കേണ്ട ഒരു സാഹചര്യത്തിൽ അവരുടെ നേരെ കണ്ണടക്കുക, അവരുടെ ആവശ്യങ്ങൾ കേൾക്കാതിരിക്കുക എന്നുള്ള സമീപനം ഭരണാധികാരികൾ സ്വീകരിക്കുന്നത് എന്തായാലും കഷ്ടമാണ്. തീർച്ചയായും ഈ ഇലക്ട്രിക് പോസ്റ്റിലെ കൂടി കേബിൾ വലിക്കുന്ന വിഷയവും നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ വർഷങ്ങൾക്ക് മുമ്പേ അന്നവരെ ഗവൺമെന്റ് ഇലക്ട്രിസിറ്റി ബോർഡ് ഒരു പോസ്റ്റിന് അവരാവശ്യപ്പെട്ടിരുന്ന കാശ് താങ്ങാൻ പറ്റാത്ത കാശായിരുന്നു. അതിനെതിരായി തുടങ്ങിയ സമരം ഇന്നും അത് നടത്തേണ്ടി വരുന്നു എന്നുള്ളത് ലജ്ജാകരമാണ്. പ്രത്യേകിച്ച് കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റ് ഭരിക്കുമ്പോൾ തൊഴിലാളികളുടെ ഭാഗത്ത് നിൽക്കേണ്ടുന്ന ഒരു പ്രസ്ഥാനം ഭരണ നേതൃത്വം കൊടുക്കുമ്പോൾ അതിന്റെ ഭാഗമായ ഇലക്ട്രിസിറ്റി ബോർഡ് ഇത്തരം തൊഴിലാളി ദ്രോഹ നിലപാടുകൾ സ്വീകരിക്കുന്നത് ശരിയല്ല. അത് തിരുത്താൻ ഗവൺമെന്റ് മുന്നോട്ട് വരണം എന്നുള്ളതാണ് എനിക്ക് ആവശ്യപ്പെടാനുള്ളത്. തീർച്ചയായും ഈ മേഖലയിലുള്ള ആളുകൾ തനിച്ചല്ല. നേരത്തെ ഇവിടെ വ്യാപാരി വ്യവസായി സമിതിയുടെ സുഹൃത്ത് സൂചിപ്പിച്ചതുപോലെ പ്രശ്നപരിഹാരത്തിന് സമരം നടത്തുന്നവർ അവർ ഒറ്റപ്പെട്ട് സമരം എന്നുള്ള നിലയിലില്ല. നമ്മുടെ കേരളത്തിലെ സമൂഹം ഒന്നാകെ പിന്തുണച്ച് വിജയിപ്പിച്ച ഒരുപാട് സമരങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. തീർച്ചയായും ഈ കേബിൾ ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ നിലപാടുകൾ ശരിയാണെന്ന് പൂർണ്ണമായും വിശ്വസിക്കുന്നു. ഗവൺമെന്റിന് ഇലക്ട്രിക് പോസ്റ്റിലേക്ക് കൂടി ഇവർ കേബിൾ വലിച്ചതുകൊണ്ട് പ്രത്യേകിച്ച് നഷ്ടമൊന്നുമില്ല. ന്യായമായി താങ്ങാവുന്ന ഒരു ചെറിയ വാടക നിശ്ചയിച്ചാൽ അത് കൊടുക്കാൻ അവർ തയ്യാറാണ്. അത്തരമൊരു സാഹചര്യത്തിൽ ഗവൺമെന്റ് തീർച്ചയായും വിളിച്ച് നിങ്ങൾക്ക് എന്താണ് പ്രശ്നം, അത് ഇലക്ട്രിക് പോസ്റ്റിലേക്ക് കൂടി ലൈൻ വലിക്കുന്നത് മാത്രമല്ല മറ്റു പല പ്രയാസങ്ങളുമുണ്ട്. ഇതൊക്കെ പരിഹരിക്കുന്നതിന് ഗവൺമെന്റ് മുന്നോട്ട് വരണം. ഈ ആവശ്യം ഇലക്ട്രിസിറ്റി ബോർഡ് കാര്യമായി കണക്കിലെടുക്കേണ്ടതുണ്ട്. നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഗവൺമെന്റ് തീരുമാനിച്ചാലും അത് അംഗീകരിക്കാൻ തയ്യാറല്ല എന്ന് ചിന്തിക്കുന്ന ചില ഉദ്യോഗസ്ഥന്മാർ അവരെത്ര ഉന്നത വേദിയിൽ ഇരിക്കുന്നവരായിരുന്നാലും താഴെ ഭൂമിയിലേക്ക് ഇറങ്ങേണ്ടവരാണ് എന്ന ചിന്ത അവർക്കുണ്ടാവുന്നത് നല്ലതാണ്. നമുക്കറിയാം, ആനപ്പുറത്ത് പോകുമ്പോൾ താഴെ പട്ടി കുറച്ചാൽ അവർക്ക് പ്രശ്നമല്ല. പക്ഷെ അവർ താഴെ ഇറങ്ങിയാൽ ആ പട്ടി കടിക്കും എന്നുള്ള ചിന്ത അവർക്കുണ്ടാവണം എന്നതാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. തീർച്ചയായും അത്തരം ഉദ്യോഗസ്ഥന്മാർ ഇത് കേട്ടില്ലെന്ന് നടിക്കരുത്, കണ്ടില്ലെന്ന് നടിക്കരുത്. ഇവരുടെ ആവശ്യം അംഗീകരിക്കുന്നതിന് വേണ്ടി ഇവർക്ക് കഴിയുന്നില്ലെങ്കിൽ അത് ഗവൺമെന്റിൽ സമ്മർദ്ദം ചെലുത്താനുള്ള നിലപാട് കൂടി സ്വീകരിക്കണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് അവസാനിപ്പിക്കുന്നു. അഭിവാദ്യങ്ങൾ.